പൗരാണികമായ അപ്പോസ്തോലികമായ സിംഹാസനത്തോട് ചേർന്ന് നിൽക്കുന്നതാണ് യഥാർത്ഥ ക്രിസ്ത്യാനിത്വം. അല്ലാതെ സെക്റ്റുകളാണ്, സെക്ടേറിയൻസ് ആണ്. ഹിസ്റ്റോറിക്കൽ ചർച്ചിനോട്, അപ്പോസ്റ്റോലിക് ചർച്ചിനോട് ചേർന്ന് നിൽക്കണം. ദ ചർച്ച് മസ്റ്റ് ബി അപ്പോസ്റ്റോലിക് ആൻഡ് ഹിസ്റ്റോറിക്. അപ്പം യു മസ്റ്റ് പ്രൂവ് ദ ഹിസ്റ്റോറിസിറ്റി ഓഫ് യുവർ ചർച്ച്. ആൻഡ് ആ ചർച്ച അപ്പോസ്തോലികമാണ്. അതെ, കാതോലികവും ശ്ലൈഹികവും അപ്പോസ്തോലികവും ഏകവും വിശുദ്ധവും അല്ലേ? ശ്ലൈഹികവും അപ്പോസ്തോലികവും ഒന്നാ, ഞാൻ സിനോനിമം പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ കാതോലികമായിരിക്കണം, സാർവത്രികമായിരിക്കണം, ശ്ലൈഹികമായിരിക്കണം, അപ്പോസ്തോലികമായി. എന്താണ് ഈ സാർവത്രികം? സാർവത്രികം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങ് ഉഗാണ്ടയിൽ നമുക്കൊരു പള്ളി വേണം, പിന്നെ അങ്ങ് എസ്കിമോകളുടെ നാട്ടിൽ നമുക്കൊരു പള്ളി വേണം, പിന്നെ അങ്ങ് അന്റാർട്ടിക്കയിൽ ധ്രുവ പരിവേഷണം നടത്തുന്നവരുടെ ഇടയ്ക്ക് നമുക്കൊരു പള്ളിയും കുരിശും വേണം. നോ. സാർവത്രികം എന്ന് പറഞ്ഞാൽ എല്ലാ സ്ഥലത്തും ആമസോൺ കാട്ടിന്റെ നടുക്ക് ഒരു പള്ളി വേണം. നോ. സാർവത്രികം എന്ന് പറഞ്ഞാൽ ഈ ചരിത്രത്തിൽ, ഈ ടൈം ലൈനിലാണ് സാർവത്രികമായിരിക്കുന്നത്. 1-ാം നൂറ്റാണ്ടിൽ, 2-ാം നൂറ്റാണ്ടിൽ, 3-ാം നൂറ്റാണ്ടിൽ, 4-ാം നൂറ്റാണ്ടിൽ നിനക്ക് നിന്റെ വിശ്വാസം ഉണ്ടായിരിക്കണം. ഇപ്പൊ മലങ്കര സഭയുടെ സ്വരൂപം എവിടെയാണ്? 1-ാം നൂറ്റാണ്ടിൽ. ഓരോ നൂറ്റാണ്ടിൽ നിന്ന് ഓരോ ബിഷപ്പിനെ വെച്ചെടുത്ത് കാണിക്കാനുണ്ടോ? ഓരോ നൂറ്റാണ്ടിൽ നിന്ന്. മാർത്തോമൻ പൈതൃകം 1-ാം നൂറ്റാണ്ടിൽ ആരായിരുന്നു ബിഷപ്പ്? ഒരു നൂറ്റാണ്ടിൽ നിന്ന് ഒരാളെ വെച്ച് കാണിച്ചാൽ മതി. മനസ്സിലായോ? ആളുകളെ വഞ്ചിക്കാൻ വേണ്ടി മുതിരരുത്. ഒരു നൂറ്റാണ്ടിൽ ഒരാള്, 2-ാം നൂറ്റാണ്ടിൽ നിന്ന് ഒരാള്, 3-ാം നൂറ്റാണ്ടിൽ നിന്ന് ഒരാള്, പോട്ടെ 2 നൂറ്റാണ്ടിൽ നിന്ന് ഒരാളെ വെച്ച് കാണിച്ചാൽ മതി. ടോട്ടൽ 10 പേര്. ആരാണ്? എന്താണ് പൈതൃകം? എന്താണ് ചരിത്രപരത, ഹിസ്റ്റോറിസിറ്റി? അപ്പൊ നിലനിർത്തപ്പെട്ടു പോരുന്ന സഭ, നമ്മുടെ ചരിത്രത്തിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ അസ്തിത്വം എന്താണ്? നമ്മുടെ സ്വരൂപം എന്താണ്? അത് സുറിയാനി സഭയുടെ വിശ്വാസ പാരമ്പര്യങ്ങളാണ്. സുറിയാനി സഭയുടെ വിശ്വാസ പാരമ്പര്യങ്ങളിൽ അധിഷ്ഠിതമായി ആ സിംഹാസനത്തിൽ നിന്നുള്ള നൽവരങ്ങളാൽ പരിലസിക്കപ്പെട്ട, പരിപോഷിപ്പിക്കപ്പെട്ട ഒരു സഭയാണ് മലങ്കരയിലെ സഭ. അതിൽ കൂടുതൽ ഒരു ഡെക്കറേഷനും ഇല്ല, അത്രേ ഉള്ളൂ. അത് അഭിമാനകരമാണ്, അല്ലാതെ അപമാനകരമല്ല. കാരണം പൂർവികമായ സിംഹാസനമാണ്, പൂർവികമായ സഭയാണ്. അപ്പൊ അതിപുരാതനമായ ഒരു സഭയുടെ ഭാഗമാണ് നമ്മൾ. അതാണ് ഏറ്റവും അഭിമാനകരം. അപ്പൊ അതിനൊപ്പിച്ച് നമ്മൾ എന്ത് ചെയ്യാണ്? ഓരോരോ അബദ്ധങ്ങൾ പറയുകയാണ്. അത് ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ അബദ്ധങ്ങളിൽ നിന്ന് അബദ്ധങ്ങളിലേക്ക് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്.